സമയത്ത് അവനെ സന്തോഷിപ്പിക്കുന്ന വല്ല കാര്യവും അവന് സംഭവിച്ചാൽ അവൻ ആ സന്തോഷത്തിൽ ആഹ്ലാദിച്ചും മതിമറന്ന് തുള്ളിച്ചാടി നടക്കുന്നതിന് പകരം ശക്കറ, അത് കൊടുത്ത റബ്ബിന് അവൻ ശുക്ർ ചെയ്യുന്നു. ആ കൊടുത്ത റബ്ബിന് അവൻ നന്ദിയായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അതവന് ഖൈറായി ഭവിക്കുന്നു. രണ്ടായിരുന്നാലും ശരി, പ്രയാസം വന്നാലും സന്തോഷം വന്നാലും ഈമാനുള്ളവന് രണ്ടും ഖൈറായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു രോഗം വന്നാൽ ആ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുന്നു, ഈ രോഗം കാരണത്താൽ എന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും, എന്റെ പാപങ്ങൾ കഴുകിപ്പോകും, എനിക്ക് പടച്ചവന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കും. പക്ഷേ ഞാൻ ക്ഷമിച്ചു നിൽക്കണം, അനാവശ്യങ്ങളൊന്നും പറയാൻ പാടില്ല. എന്തിനാണ് എനിക്ക് പടച്ചവൻ ഇങ്ങനെ രോഗം തന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറയാൻ പാടില്ല. അനാവശ്യങ്ങളൊന്നും സംസാരിക്കാനോ ചിന്തിക്കാനോ പാടില്ല. എന്റെ യജമാനനായ റബ്ബ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നവനും തരുന്നവനുമാണ്. എന്റെ കണ്ണ് ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല, എന്റെ കാത് ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയതല്ല, എന്റെ നാവ് ഞാൻ ചോദിച്ചിട്ട് കിട്ടിയതല്ല, എന്റെ മൂക്കും എന്റെ നാക്കും എന്റെ വായയും എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. എന്റെ കയ്യും കാലും, കയ്യിന്റെ വിരലും കാലിന്റെ വിരലും അതിന്റെ നഖമടക്കം എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് കനിഞ്ഞേകിയതാണ്. എന്റെ ശരീരത്തിൽ കാണുന്ന രോമങ്ങൾ, എന്റെ ശരീരത്തിന്റെ തോല്, സ്കിന്ന്, എന്റെ ശരീരത്തിലുള്ള പല്ലുകൾ, എല്ലുകൾ, ശരീരത്തിലെ മാംസം, മജ്ജ, ശരീരത്തിലെ രക്തം, നീര് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ എന്റെ ശരീരത്തിലുണ്ടോ അതെല്ലാം എന്റെ റബ്ബ് ഞാൻ ചോദിക്കാതെ തന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ളത് തന്നവനാണ് അല്ലാഹു തആല. പ്രസവിക്കുന്ന സമയത്ത് കയ്യിന്റെ മേലെ, വിരലിന്റെ മേലെ നഖമുണ്ട്. പക്ഷേ എന്റെ വായിൽ അല്ലാഹു തആല പല്ല് തന്നിട്ടില്ല. കാരണം പ്രസവ സമയത്ത് എന്റെ വായിൽ പല്ലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പല്ല് കൊണ്ട് ഉമ്മയുടെ മുല കടിച്ചു പോകും. കടിച്ചാൽ പിന്നീട് ഉമ്മക്ക് മുല തരാൻ കഴിയാതെ വരും, ഞാനാണ് പട്ടിണിയാവുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിക്കുമ്പോൾ എനിക്ക് പല്ല് തന്നിട്ടില്ല. പിന്നീട് അല്ലാഹു തആല പല്ല് തരുമ്പോൾ തന്നെ ആദ്യം താൽക്കാലികമായ പല്ല് തന്നു, പിന്നീട് പെർമനന്റായ പല്ല് തന്നു. അതെല്ലാം എത്ര ഭംഗിയായിട്ടാണ് അല്ലാഹു തആല ക്രമീകരിച്ചിട്ടുള്ളത് എന്റെ സൃഷ്ടി. അങ്ങനെ സൃഷ്ടിച്ച റബ്ബ് എന്റെ ഉമ്മയുടെ വയറ്റിൽ ഞാൻ കഴിയുമ്പോൾ ആ വയറ്റിൽ നിന്ന് എനിക്കൊരു ജലദോഷം പോലും സംഭവിച്ചിട്ടില്ല. വാസ്തവത്തിൽ വളരെ വൃത്തി കുറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ കിടന്നത്. അതേപോലെ ഒരു ചളിവെള്ളത്തിൽ ഞാൻ കിടന്നിരുന്നുവെങ്കിൽ എനിക്കിപ്പോൾ ജലദോഷം പിടിക്കും, കൊരക്കും, സൗണ്ട് പോകും, പല പ്രശ്നവും വരും. പക്ഷേ ഏകദേശം 10 മാസത്തോളം അവിടെ കിടന്നിട്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എനിക്ക് ശ്വാസം മുട്ടിയിട്ടില്ല. എനിക്ക് അവിടെ നിന്ന് യാതൊരു രോഗവും സംഭവിച്ചിട്ടില്ല. വളരെ നന്നായി എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇടുങ്ങിയ സ്ഥലത്ത് എന്നെ വളർത്തിക്കൊണ്ടുവന്നു. എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയുണ്ടാക്കി. എന്റെ വയറ്റിൽ ഇപ്പോഴും തപ്പി നോക്കിയാൽ ഒരു ചെറിയ ദ്വാരം കാണും. അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊക്കിട് എന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഒരു നീണ്ട കുഴൽ
എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചെറിയ കുട്ടികൾ പ്രസവിക്കപ്പെട്ട ഉടനെ കാണുന്നവർക്ക് ബോധ്യപ്പെടും. അത് മുറിച്ചു മാറ്റിയതാണ്. അതിലൂടെ എനിക്ക് എന്റെ ഉമ്മയുടെ സാധാരണ ഉണ്ടാകുന്ന മെൻസസിന്റെ രക്തം തൽക്കാലം നിർത്തിവെച്ച് എനിക്ക് ആ കുഴലിലൂടെ ആവശ്യമായ ഭക്ഷണം തന്നവനാണ് അല്ലാഹു തആല. ആ വയറ്റിന്റെ ഉള്ളിൽ സംരക്ഷിച്ചവനാണ് അല്ലാഹു തആല. അവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും എന്നെ സംരക്ഷിച്ച് ഇത്രത്തോളം വളർത്തിയെത്തിച്ചവനാണ് അല്ലാഹു തആല. അവന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയില്ല. എത്ര എണ്ണം പറഞ്ഞാലും തീർക്കാൻ കഴിയില്ല. അത്രയും അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ റബ്ബാണ് എന്റെ ഈ സംസാരം സൃഷ്ടിക്കുന്നവൻ, ഞാനല്ല. ഞാൻ ആ സംസാരത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നു, ഇടപെടുന്നു. ആ സംസാരവും ശബ്ദവും ഒക്കെ പടക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് സംസാരിക്കണം എന്ന് ഉദ്ദേശിച്ച് ചിലർ സംസാരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. നമ്മളത് കാണുന്നുണ്ട്. അവർ ശ്രമിക്കാത്തത് കൊണ്ടല്ല. നടക്കണം എന്നുദ്ദേശിച്ച് ചിലർ നടക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ നടക്കാൻ സാധിക്കുന്നില്ല. കാരണം അല്ലാഹു തആല നടത്തം സൃഷ്ടിച്ചു കൊടുക്കുന്നില്ല. ചിലർ കൈകൊണ്ട് പിടിക്കണമെന്ന് മനസ്സിലാക്കി പിടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കൈകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല. കാരണം അല്ലാഹു അവിടെ സൃഷ്ടിച്ചു കൊടുക്കുന്നില്ല. ആകയാൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ സൃഷ്ടിച്ചു തരുന്നതാണ്. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ചു തരുന്നവനാണ് അല്ലാഹു തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഇവിടെ തന്നു. അങ്ങനെ അവൻ നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ഒരുപാട് ധാന്യങ്ങൾ ഇവിടെ അല്ലാഹു സൃഷ്ടിച്ചു. പയറ്, അതുപോലെ കടല, അതുപോലെ ചോളം, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ധാന്യങ്ങളാണ് അല്ലാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചത്. അങ്ങനെ ധാരാളം ധാന്യങ്ങൾ സൃഷ്ടിച്ചു. ചെറിയ ഒരു തരിമണിയാണ് രായി എന്ന് പറയും. നിങ്ങളെവിടെയൊക്കെ, ഞങ്ങളവിടെയൊക്കെ മുത്താറി എന്ന് പറയും. അത് എന്തൊരു നല്ല സാധനമാണ്. ഡോക്ടർമാർ പലപ്പോഴും ഷുഗറുള്ള രോഗികളോടൊക്കെ പറയും രായി കഴിച്ചോളൂ. അത് വളരെ നല്ല സാധനമാണ്. എത്ര ചെറുതാണത്, അതിന്റെ എണ്ണം നമുക്ക് നോക്കിയാൽ പറയാൻ കഴിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്നതാണ്. അതേപോലെ എന്തെല്ലാം ധാന്യങ്ങളാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നത്. അതിനെല്ലാം എന്തെല്ലാം പോഷക വസ്തുക്കളാണ് അല്ലാഹു തആല ഉൾപ്പെടുത്തിയത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെല്ലാം ഫ്രൂട്ട്സുകളാണ് പടച്ചു വെച്ചത്. വാഴയുടെ മേലെയുള്ള ഫ്രൂട്ട്സ് ഒന്ന് വേറെ, അത് തന്നെ എല്ലാ വാഴയുടെ മേലെയും ഒരേ കായയല്ല. ഒന്നിന്റെ പേര് മൈസൂർ, മറ്റൊന്നിന്റെ പേര് കോയമ്പത്തൂർ, അല്ലെങ്കിൽ വേറൊരു പേര് പറഞ്ഞാലും തരക്കേടില്ല. ഒന്നിന് കദളി, വേറെ ഒന്നിന് നേന്ത്രപ്പഴം, മറ്റൊന്നിന് റോബസ്റ്റ്, എന്തെല്ലാമോ പേര്. എല്ലാറ്റിന്റെയും രുചി വ്യത്യാസമാണ്, ഫലം വ്യത്യാസമാണ്. അങ്ങനെ ചെറുതും വലുതുമായി എത്രയെത്ര പഴങ്ങളാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നത് വെറും വാഴയിൽ മാത്രം. ഇനി നമ്മൾ ആപ്പിൾ എടുത്തു നോക്കിയാൽ എന്തെല്ലാം തരം ആപ്പിളുകളാണ്. പേരക്ക എടുത്തു നോക്കിയാൽ എന്തെല്ലാം തരം പേരക്കകളാണ്. ഇനി നമ്മൾ ചക്ക എടുത്തു നോക്കിയാൽ എത്ര വിധത്തിലുള്ള എന്തെല്ലാം രുചിയുള്ള ചക്കകളാണ്. മാങ്ങ എടുത്തു നോക്കിയാൽ എത്ര ഇനത്തിലുള്ള മാങ്ങകളാണ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ വളരെ ഫലപുഷ്ടിയുള്ള റമ്മാനും, അതേപോലെ വളരെ ഫലപുഷ്ടിയുള്ള ഈത്തപ്പഴവും, അങ്ങനെ തുടങ്ങി എന്തെല്ലാം വസ്തുക്കളാണ്. ഒരു ഭാഗത്ത് എന്തെല്ലാം എണ്ണകളാണ്,
നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന പല എണ്ണകളും അതിൽ ഏറ്റവും അപകടം കുറഞ്ഞ എണ്ണ, ഏറ്റവും നല്ല എണ്ണ സൈത്തെണ്ണ. കാരണം അത് ഖുർആനിൽ തന്നെ അല്ലാഹു തആല പേര് പറഞ്ഞ വസ്തുവാണ്. വത്തീനി വസ്സൈതൂൻ. അത്തിപ്പഴത്തിന് വലിയ ബറക്കത്താണ്. അത്തിപ്പഴം വലിയ രോഗശമനത്തിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ഖുർആൻ അതിനെ മുൻനിർത്തി സത്യം ചെയ്തിരിക്കുകയാണ്. വത്തീനി വസ്സൈതൂൻ. സൈത്തൂൻ എന്ന് പറയുന്ന മരം തന്നെ അതേ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. ഖുർആനിൽ അല്ലാഹു തആല അനുഗ്രഹീതമായ മരം സൈതൂൻ മരമാണ്. ആ മരത്തിന്റെ കായകൾക്ക് തന്നെ എന്തെല്ലാം ഫലങ്ങളാണ്, അതിന്റെ എണ്ണയ്ക്ക് എന്തെല്ലാം ഫലങ്ങളാണ്. ഇങ്ങനെ എത്ര തരം എണ്ണകളാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന വെളിച്ചെണ്ണ. അതേ കൊപ്രയുടെ എണ്ണ കുഴപ്പമില്ലാത്തൊരു വസ്തുവാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര എണ്ണകളാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചത്. ഇനി സുബ്ഹാനല്ലാഹ് ആ ഭാഗത്തേക്ക് കടന്നാൽ എത്രയോ എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ അല്ലാഹു തആല മനുഷ്യന് വേണ്ടി പഠിച്ചു വെച്ചു. ഇനി നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന ജീവികൾ, ആ ജീവികളിൽ കന്നുകാലികൾ, പശു. ആ പശുവിന്റെ പാലിന് എത്ര വലിയ ഫലമാണ്. ആ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പശുവിന്റെ നെയ്ക്ക് എത്ര ഉപകാരമാണ്. അതിനാലുണ്ടാക്കുന്ന മോരിന്, തൈരിന് എത്ര ഫലമാണ്. ഒരേ ജീവിയിൽ നിന്ന് എടുത്ത വസ്തു തന്നെ വേറെ പല രൂപത്തിലുമാകുമ്പോൾ അതിന് വേറെ വേറെ ഫലം. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ആടും ഒട്ടകവും ഒക്കെ അതിന്റെ പാലും അതിന്റെ രോമവും അതിന്റെ തടി തന്നെയും, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു തന്ന റബ്ബ്. ഓ സുഹൃത്തുക്കളെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല കരയിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പടച്ചു തന്നു. കരയിൽ തന്നെ നമുക്ക് അറുത്തു തിന്നാൻ പറ്റുന്ന ധാരാളം പക്ഷികൾ, ധാരാളം മൃഗങ്ങൾ. അതെല്ലാം ഉള്ളതിന്റെ പുറമേ കടലിലതാ കോടിക്കണക്കിന് ജീവികൾ, വ്യത്യസ്തമായ രൂപത്തിലുള്ള ജീവികൾ, വ്യത്യസ്തമായ രുചിയുള്ള മത്സ്യങ്ങൾ. അതിൽ പലതും മുള്ളുള്ളത്, മുള്ളു കുറഞ്ഞത്, മുള്ളു കൂടുതലുള്ളത്, ചെറുത്, വലുത് തുടങ്ങി എത്രയെത്ര വ്യത്യാസമാണ് ഓരോന്നിനും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കടലിൽ വേറെ, കരയിൽ വേറെ, ധാന്യങ്ങൾ വേറെ, അതേ പക്ഷികൾ വേറെ, മൃഗങ്ങൾ വേറെ. അങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണ് അല്ലാഹു തആല പഠിച്ചു തന്നിട്ടുള്ളത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പലതിനെയും വഴിപ്പെടുത്തി തന്നു. നമ്മെക്കാൾ ശക്തിയുണ്ട് നമ്മുടെ വീട്ടിലെ പശുവിന്. പക്ഷേ ആ പശു നമ്മൾ വിളിക്കുന്നത് പോലെ വരികയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഈ കന്നുകാലികൾ അതിനെ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നു, അതിൽ നിങ്ങൾ ഭക്ഷണമായി കഴിക്കുന്നതുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ വാഹനമായി ഉപയോഗിക്കുന്നതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് ധാരാളം മൃഗങ്ങൾ. ഇനി സുബ്ഹാനല്ലാഹ്, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള വസ്തുവാണ് വെള്ളം. ആ വെള്ളം 5 പൈസ കൊടുക്കാതെ മേൽഭാഗത്ത് നിന്ന് അല്ലാഹു തആല താഴേക്ക് വർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഭൂമിയിൽ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ആ ഭൂമിയിലേക്ക് നമ്മൾ കിണർ കുഴിക്കുമ്പോൾ അടിയിൽ നമുക്ക് വെള്ളം ലഭിക്കുകയാണ്. ബോറ് കുഴിക്കുമ്പോൾ അടിയിൽ നിന്ന് വെള്ളം മേൽപോട്ടേക്ക് പൊങ്ങി വരുന്നത് നമ്മൾ കാണുകയാണ്. അല്ലാഹു വളരെ സുരക്ഷിതമായി ആ വെള്ളത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആ വെള്ളം നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും എല്ലാം അനിവാര്യമായൊരു വസ്തുവുണ്ട്. അതാണല്ലോ ഓക്സിജൻ എന്ന് പറയുന്നത്. വായു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ വായു, അതിന് കിണർ കുഴിക്കണ്ട, അതിന് പൈപ്പ് വലിക്കണ്ട, അതിന് നമ്മൾ പാത്രം വേണ്ട, ഗ്ലാസ് വേണ്ട, പാത്രം വേണ്ട.
ഇതേപോലെ ഭക്ഷണത്തിന് കൃഷി ചെയ്യാനൊക്കെ കുറെ അധ്വാനമുണ്ട്, അതിന് ക്യാഷ് ചെലവുണ്ട്, അതിന് ഭൂമി പാകപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനത്തെ ഒന്നുമില്ലാതെ അതാ താനേ ആർക്കും പോകുന്ന സ്ഥലത്തെല്ലാം ഫ്രീ ആയി കൊടുക്കുന്ന വായു, എവിടെയും പോകുന്ന സ്ഥലത്തൊക്കെ വായു ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. അതിനൊരു സാധനവും വേണ്ട. ഈ രൂപത്തിൽ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം തന്ന് സംരക്ഷിക്കുന്ന റബ്ബ്. ഓ സുഹൃത്തുക്കളെ, ആ റബ്ബിനെ സ്നേഹിക്കുന്നവനാണ് മുഅ്മിൻ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതേ ബാപ്പയെയല്ല, ഉമ്മയെയല്ല, മക്കളെയല്ല, ഭർത്താവിനെയല്ല, ഭാര്യയെയല്ല, ഉസ്താദിനെയല്ല, ശിഷ്യനെയല്ല, നേതാവിനെയല്ല, സ്നേഹിതനെയല്ല, അതേ അനുയായിയല്ല. ഈമാനുള്ളവന്റെ ഖൽബിൽ ഏറ്റവും സ്നേഹമുള്ളത് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനോടാണ് ഏറ്റവും വലിയ സ്നേഹം. അവനാണ് എന്നെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത്, അവനാണ് എന്നെ വളർത്തിയെടുത്തത്, അവനാണ് ഓരോ സെക്കൻഡിലും എനിക്ക് ഓക്സിജൻ നൽകുന്നത്, അവനാണ് വെള്ളവും ഭക്ഷണവും എല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ, അവനാണ് എന്നെ നിയന്ത്രിക്കുന്നവൻ. അങ്ങനെ മുഫരിദും ബിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഏത് നിലക്കും എല്ലാ നിലക്കും സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയാണ് മുൻഫരിദുൻ ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിസ് ശബീഹി വന്നദീരി. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ തീരുമാനപ്രകാരമാണ്, അവന്റെ ഉദ്ദേശപ്രകാരമാണ്. കാരണം എല്ലാവരുടെയും എല്ലാ അധികാരവും അല്ലാഹുവിന് മാത്രമാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അവനാണ് മുഅ്മിൻ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവൻ അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്ന റബ്ബ് എന്നോട് കൽപ്പിച്ചതെന്താണ്, എന്നെ വിരോധിച്ചതെന്താണ്, അത് പഠിച്ച് മനസ്സിലാക്കി കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കുകയും വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുകയും ചെയ്തുകൊണ്ട് ആ റബ്ബ് ഒരു സാധാരണ ഭരണാധികാരിയെ പോലെയല്ല, ഒരു രാജാവിനെ പോലെയല്ല. രാജാവിനറിയില്ലല്ലോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അതേ സമയത്ത് ആ റബ്ബ് ഓരോ സെക്കൻഡിലും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, അവൻ നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതേ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സെക്കൻഡിലും നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ റബ്ബ് കൽപ്പിച്ചതൊഴിക്കുമ്പോൾ അവനത് കാണുന്നു, അറിയുന്നു. പക്ഷേ വറബ്ബുകൽ ഗഫൂറു ദുർറഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുൽ അദാബ്. അല്ലാഹു വലിയ കാരുണ്യമുള്ള രാജാവാണ്. അവൻ വളരെയേറെ മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അതേ കാരണം അതുകൊണ്ടാണ് അല്ലാഹു നിനക്ക് കാണാൻ വേണ്ടി തന്ന കണ്ണുകൊണ്ട് നീ ഹറാമ് നോക്കി, അല്ലാഹു നിനക്ക് നല്ലത് കേൾക്കാൻ വേണ്ടി തന്ന കാതുകൊണ്ട് നീ ഹറാമ് കേട്ടു, അല്ലാഹു നല്ലത് സംസാരിക്കാൻ വേണ്ടി തന്ന നാവ് കൊണ്ട് നീ കളവ് പറഞ്ഞു, നീ ചീത്ത വിളിച്ചു, നീ തെറി പറഞ്ഞു, അങ്ങനെ പലതും വേണ്ടാത്തത് പറഞ്ഞു. ഇതൊന്നും ചെയ്തിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ കണ്ണിന്റെ കാഴ്ച പിൻവലിച്ചില്ലല്ലോ, നിന്റെ കാതിന്റെ കാഴ്ച കേൾവി പിൻവലിച്ചില്ലല്ലോ, നാവിന്റെ ശക്തി അല്ലാഹു
പിൻവലിച്ചില്ലല്ലോ. കാരണം അവൻ മാപ്പ് നൽകുകയാണ്, ഇനിയും നന്നാകാനുള്ള അവസരം നൽകുകയാണ്, തൗബ ചെയ്യാനുള്ള അവസരം നൽകുകയാണ്. കാരണം അവന്റെ കാരുണ്യം അത്രയും വിശാലമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ കാരുണ്യമുള്ള റബ്ബ്. സുബ്ഹാനല്ലാഹ്, ആ റബ്ബിനെ മനസ്സിന്റെ അടിത്തട്ടിൽ ഏറ്റവും സ്നേഹിക്കുന്നവൻ അവനാണല്ലോ യഥാർത്ഥത്തിൽ മുഅ്മിനായ മനുഷ്യൻ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഒരാള് പറഞ്ഞത് ധിക്കരിക്കാൻ നമുക്ക് ധൈര്യം വരുമോ? ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് ധിക്കരിക്കൂ എന്നത് ഉമ്മാനോട് കടപ്പാട് വിട്ടുന്ന മകന്റെ ലക്ഷണമാണോ? ബാപ്പ ഒരു കാര്യം പറഞ്ഞാൽ അത് തള്ളിക്കളയുക എന്നത് ബാപ്പയെ സ്നേഹിക്കുന്ന ഒരു മകന്റെ സ്വഭാവമാണോ? അല്ല എന്നുറപ്പല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ബാപ്പാനെയും ഉമ്മാനെയും കൂടി അതാ എല്ലാം സൃഷ്ടിച്ച റബ്ബിനെതിരായിരിക്കണം. ബാപ്പ നമ്മളോട് പറഞ്ഞു നീ കള്ള് കുടിക്കണം, അത് നമ്മൾ കുടിക്കൂല. ബാപ്പ പറഞ്ഞു വ്യഭിചരിക്കണം, നമ്മൾ വ്യഭിചരിക്കൂല. ബാപ്പ പറഞ്ഞു കള്ളം പറയണം, നമ്മൾ കള്ളം പറയൂല. ബാപ്പ പറഞ്ഞു ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയണം, നമ്മൾ ചീത്ത പറയൂല. ബാപ്പ പറഞ്ഞു ഗീബത്ത് പറയണം, നമ്മൾ ഗീബത്ത് പറയൂല. അതുപോലെ ബാപ്പ പറഞ്ഞു വേറെ ആർക്കെങ്കിലും ഒരു ശല്യം ചെയ്യണം, നമ്മൾ ചെയ്യൂല. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളൊന്നും ബാപ്പയോ ഉമ്മയോ ആര് പറഞ്ഞാലും ചെയ്യൂല. കാരണം എന്റെ റബ്ബ് അത് ഇഷ്ടപ്പെടുന്നില്ല. റബ്ബിന്റെ ഇഷ്ടത്തിന്റെ മേലെ വേറൊരാളുടെ ഇഷ്ടം ചിന്തിക്കാൻ സാധ്യമല്ല. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. അല്ലാഹു സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞില്ലേ, ബാപ്പയും ഉമ്മയും നിന്നെ നിർബന്ധിക്കുകയാണ്. എന്തിനാണ് നിർബന്ധിക്കുന്നത്? അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യം ചെയ്യാനാണ്. അതേത് കാര്യമാണെങ്കിലും ശരി, അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചെയ്യാനാണ് നിർബന്ധിക്കുന്നതെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ബാപ്പ ഉമ്മ നിർബന്ധിച്ചാലും ചെയ്യാൻ പാടില്ല. കാരണം അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ല. യജമാനനായ റബ്ബിനെ സ്നേഹിക്കുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. യാ ബുനയ്യ ഇന്നഹു യാ ബുനയ്യ, ഓ മോനെ, ലുഖ്മാനുൽ ഹകീം തങ്ങൾ മകനെ വിളിച്ചു പറഞ്ഞു, അതേ നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതാ മിസ്ഖാല ദർറത്തിൻ ഒരു അണുമണി തൂക്കമാണെങ്കിലും ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാഇ ഔ ഫിൽ അർളി യതി ബിഹല്ലാഹ്, അത് ഏതോ പാറക്കല്ലിന്റെ ഉള്ളിലാണെങ്കിലും ഇനി അല്ല ആകാശത്തിൽ എവിടെയെങ്കിലും ആണെങ്കിലും നീ ചെയ്യുന്ന കാര്യം അല്ലാഹു നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നെ വിചാരണ ചെയ്യും മോനെ. അതുകൊണ്ട് രഹസ്യമായ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് യാതൊരർത്ഥവുമില്ല. പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യവും പരസ്യവും അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അവൻ അറിയാത്തതൊന്നുമില്ല. എവിടെ നിന്നും അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനറിയാ. എന്തിനധികം പറയണം? യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകൊണ്ട് ആരും അറിയാതെ ഒരു പെണ്ണിനെ നീ ആർക്കും മനസ്സിലാകാതെ നോക്കിയാൽ, അല്ലെങ്കിൽ നീ ഒരു പുരുഷനെ നീ വൈകാരികമായി ഒരു പുരുഷനെ അന്യപുരുഷനെ നോക്കിയാൽ, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഒരു തെറ്റായ കാര്യം നീ വിചാരിച്ചു വെച്ചാൽ, അതെല്ലാം വളരെ നന്നായി അറിയുന്നവനാണ് അല്ലാഹ്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ.
അവനറിയാത്ത രഹസ്യമുണ്ടോ പരസ്യമുണ്ടോ? ആലിമുൽ ഗൈബി വശഹാദ, എല്ലാം അറിയുന്ന റബ്ബ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ വീക്ഷിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, എന്റെ കാര്യം അറിയുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ജീവിക്കുമ്പോഴാണ് ഒരാൾ ശരിയായ മുത്തഖിയായ മുഅ്മിനായി തീരുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈമാനാണ്, അല്ലാഹുവിനുള്ള ഉറച്ച വിശ്വാസമാണ്. ആ ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും തന്നെ ശിർക്ക് ചെയ്യാൻ സാധ്യമല്ല. വലിയ 7 തെറ്റുകളുണ്ടല്ലോ, സബ്ഉൽ മൂബിഖാത്ത്, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വലിയ 7 തെറ്റുകൾ. അതിലൊന്നാമതായി പറഞ്ഞത് എന്താണ്? ശിർക്കാണ്. ശിർക്ക് എന്ന് പറഞ്ഞാലോ അല്ലാഹുവിന് തുല്യത കൽപ്പിക്കുക. പടച്ചവന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആർക്കെങ്കിലും പടച്ചവനോട് തുല്യബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അല്ലാഹുവിന് ആരോടെങ്കിലും തുല്യതയുണ്ടെന്ന് വിശ്വസിക്കുക. അതിനാണ് നമ്മൾ പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ദാത്തിലോ സിഫത്തിലോ പ്രവൃത്തിയിലോ പടച്ചവനോട് പങ്കുള്ള, പടച്ചവനോട് കൂറുള്ള, പടച്ചവനെ പോലെ ഒരു ചെറിയ പോയിന്റിലെങ്കിലും വേറെ ആരുമില്ല. നമ്മളിവിടെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഒരു അടിമയാണ്, ഉടമയല്ല. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പടച്ചവൻ റബ്ബ് വലിയ കറാബത്തുകൾ നൽകിയ മഹാനാണ്. പക്ഷേ ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നബി അല്ലാഹുമായി ഒരു ചെറിയ അംശത്തിൽ പോലും ഒരു തുല്യതയുമില്ല, ഒരു പങ്കുമില്ല. അതേ നസ്റാനികൾ വിശ്വസിക്കുന്നത് പോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം പടച്ചവന്റെ പുത്രനാണെന്നോ, അല്ലെങ്കിൽ അതാ 3 ദൈവങ്ങളിൽ ഒന്നാണെന്നോ, അല്ലെങ്കിൽ ഈസാ നബി തന്നെ ദൈവത്തിന്റെ അവതാരമാണെന്നോ, ഇതെല്ലാം കടുത്ത ശിർക്കാണ്. അങ്ങനെയുള്ള ഒരു ശിർക്കും മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ ഉണ്ടാകൂല, അവൻ വിശ്വസിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും മറ്റുള്ളവരിൽ വ്യത്യസ്തനാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. ഖിയാമുഹു ബിന്നഫ്സി വഹദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. അല്ലാഹുവിന് 20 സിഫത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അല്ലാഹുവിന്റെ സിഫത്തിൽ ഒന്നാണ് വഹ്ദാനിയ, അല്ലാഹു തആലാന്റെ ഏകത്വം. അല്ലാതെ വേറെ ആരും ഒന്നും ഒരു വിഷയത്തിലും അവനോട് തുല്യതയുള്ളതോ തുല്യനായോ ഇല്ല. അത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അപ്പോൾ ശിർക്ക് ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവില്ല. ഓ സുഹൃത്തുക്കളെ, ചിലര് തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്. അല്ലാഹുവിന്റെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കട്ടെ. അവര് വിചാരിച്ചു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചാൽ നബി തങ്ങളെ ശരീരത്തിൽ നിന്ന് ഊറ്റി വീഴുന്ന വെള്ളം കയ്യിലേക്ക് ഏറ്റുവാങ്ങി ശരീരത്തിൽ പുരട്ടിയാൽ അവിടുത്തെ നല്ല സുഗന്ധമുള്ള ഉമിനീരോ വിയർപ്പോ അതാ അത് കയ്യിലേക്ക് ഏറ്റുവാങ്ങി ശരീരത്തിൽ പുരട്ടിയാൽ അവിടുത്തെ ശരീരത്തിന്റെ ബറക്കത്ത് വിശ്വസിച്ചാൽ, അങ്ങനെ വിശ്വസിച്ചവരാണ് സഹാബികൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശരീരം കഴുകിയ വെള്ളം സഹാബത്ത് കയ്യിലേറ്റ് വാങ്ങി ശരീരത്തിൽ തൊട്ട് പുരട്ടാറുണ്ട്. അവിടുത്തെ ഉമിനീര് അവര് ശരീരത്തിൽ പുരട്ടാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ശരീരം കൊണ്ടവര് ബറക്കത്തെടുക്കാറുണ്ട്. അവിടുത്തെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ രോമം അല്ലെങ്കിൽ മുടി അത് വെള്ളത്തിലിട്ട് സഹാബത്ത് രോഗശമനത്തിന് വേണ്ടി വെള്ളം കുടിക്കാറുണ്ട്. അവിടുത്തെ കുപ്പായം കഴുകിയ വെള്ളം സഹാബത്ത് രോഗശമനത്തിന് വേണ്ടി കുടിക്കാറുണ്ട്. അവിടെയൊന്നും ഒരു ശിർക്കുമില്ല, മറിച്ച് നബിതങ്ങളെ ബഹുമാനിക്കലാണ്, നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനം അംഗീകരിക്കലാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് ഇസ്തസ്ഖി യാ റസൂലല്ലാഹ്, ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ ഉമ്മത്തിന് മഴ വാങ്ങി തരണേ, വെള്ളം
വാങ്ങിത്തരണേ എന്ന് നബിതങ്ങളെ വിളിച്ച് തേടിയത് ഹദീസിലുണ്ട്. അതൊന്നും തെറ്റായ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്ക് അർഹനെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം വിശ്വസിച്ചതിന് ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹ് പറഞ്ഞ ആളാണ്, സാധാരണ മനുഷ്യനല്ല എന്നുകൂടി വിശ്വസിക്കുമ്പോഴാണല്ലോ ഒരു മനുഷ്യൻ മുഅ്മിനായി തീരുന്നത്. നബിതങ്ങളെ ബഹുമാനിക്കുന്നത് കൊണ്ടോ? ഇനി പോകട്ടെ, നബിതങ്ങളല്ല, കഅബ ശരീഫ് എന്ന് പറയുന്ന കല്ല് കൊണ്ട് നിർമ്മിച്ചൊരു ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് മഹത്തായ ഭവനമാണ്. ആ കഅബ ശരീഫ് പോയി മുഅ്മിനായ മനുഷ്യൻ തവാഫ് ചെയ്യുക എന്ന് പറയുന്ന ഇങ്ങനെ ബഹുമാനിച്ച് ചുറ്റുന്നത് കൊണ്ടോ ശിർക്ക് വരുന്നില്ല. ആ കഅബയുടെ മൂലയിൽ വെച്ചിട്ടുള്ള ഹജറുൽ അസ്വദ് എന്ന കല്ല് തൊട്ട് മണത്താലോ അല്ലെങ്കിൽ അത് ചുംബിച്ചാലോ അതുകൊണ്ടൊന്നും ഒരു ശിർക്കും വരുന്നില്ല. അതൊക്കെ അതിനെ ബഹുമാനിക്കൽ മാത്രമാണ്, ആദരിക്കൽ മാത്രമാണ്, ആരാധനയല്ല. അപ്പോൾ അല്ലാഹു തആല കഠിനമായ ഭാഷയിൽ വിരോധിച്ചതാണ് ശിർക്ക്. മറ്റൊന്നാണ് വൽ ഖത്ൽ, കൊല നടത്തുക. ആരെയും കൊല്ലാൻ പാടില്ല, ആരെയും കൊല്ലാൻ പാടില്ല. അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ മനുഷ്യൻ, അതുകൊണ്ട് തന്നെ മനുഷ്യനെ കൊല്ലാൻ പാടില്ല. എന്തിനധികം പറയണം, ആവശ്യമില്ലാതെ ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല. കൊല്ലാൻ അത് അനുവദനീയമായ ചില ജീവികൾ ഉണ്ട്. എലി അതിൽപ്പെട്ടതാണ്, അതേപോലെ കടിക്കുന്ന നായ അതിൽപ്പെട്ടതാണ്. അതൊക്കെ ഇസ്ലാമിന്റെ നിയമമാണ് ഞാൻ പറയുന്നത്, രാജ്യത്തിന്റെ നിയമമല്ല. രാജ്യത്തിന്റെ നിയമം ചോദിച്ചു പഠിക്കുന്നത് അഡ്വക്കറ്റുമാരിൽ നിന്നാണ്. ഇസ്ലാമിന്റെ നിയമം പറയാനാണ് എന്റെ ഡ്യൂട്ടി. ഓ സുഹൃത്തുക്കളെ, രാജ്യത്തിന്റെ നിയമം പാലിക്കുക എന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാശയമാണ്. രാജ്യത്തെ ധിക്കരിച്ചുകൊണ്ടല്ലോ ജീവിക്കേണ്ടത്. ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു വന്നത് അതേ മനുഷ്യനെ കൊല്ലാൻ പാടില്ലെന്ന് മാത്രമല്ല, ഒരു ജീവിയെയും അനാവശ്യം കൊല്ലാൻ പാടില്ല. അപ്പൊ കൊല്ലുക എന്നത് വലിയ തെറ്റാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തീരെ വിവരമില്ലാത്ത ചില ജനങ്ങളുണ്ട്. ഒരു പരിപാടി എന്താണ്, വേറെ ഒരാളെ കൊല്ലൂല, സ്വന്തം ശരീരത്തെ കൊല്ലും. അതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. സ്വന്തം ശരീരത്തെ കൊല്ലുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ മാരകമായ രോഗം ബാധിച്ചതിനാൽ, അല്ലെങ്കിൽ കടം പിടിച്ചു പോയതിനാൽ, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ അഭിമാനക്ഷതം വരുന്നതിനാൽ സ്വന്തം ശരീരത്തെ കൊന്നുകളയുന്ന ചിലരുണ്ട്. അവര് ചിന്തിക്കുന്നില്ല, പടച്ചവന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ ഏറ്റവും വലിയ തെറ്റും ചെയ്തുകൊണ്ടല്ലേ അവരുടെ അവസാനത്തെ യാത്ര ഉണ്ടാകുന്നത്. ആഖിബത്ത് ചീത്തയായി പോയില്ലേ. ഒരിക്കലും മറ്റൊരാളെ കൊല്ലുക എന്നതുണ്ടാകാൻ പാടില്ല. വേറൊരു സംഗതിയാണ് സിഹർ. സിഹർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. മാരണപ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയാ? സിഹർ. സിഹർ ചില വിവരമില്ലാത്ത ജനങ്ങൾ, അവർക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടാകും. പെണ്ണുണ്ടാണ്ടിയില്ല, ഏതെങ്കിലും ഒരാളോട് ഒരു വെറുപ്പുണ്ടെങ്കിൽ അത് തീർക്കാൻ, അല്ലെങ്കിൽ പക തീർക്കാൻ ഏതെങ്കിലും സിഹർ ചെയ്യുന്ന മനുഷ്യന്മാരെ പോയി കണ്ട് അവരെ മനുഷ്യന്മാരോട് കൂട്ടേണ്ട അത്ര വലിയ ശൈത്താന്മാരാണ് സിഹർ ചെയ്യുന്നവർ. കാരണം ശൈത്താനെ കൂട്ടിപ്പിടിച്ച് നടക്കുന്നവരാണ് സിഹർ ചെയ്യുന്നവർ. ശൈത്താന്മാർ അവരെ സ്വാധീനിക്കാൻ വേണ്ടി, ശൈത്താനെ സ്വാധീനിക്കാൻ വേണ്ടി, അതുപോലെ നക്ഷത്രങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തി, അല്ലാഹു പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ നടത്തി. അതിന്റെ പേരിൽ ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ കയറി ദ്രോഹങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നേരത്തെ രോഗമില്ലാത്ത ചിലപ്പോൾ രോഗം വരും. അതേപോലെ സാമ്പത്തികമായി തകർന്നു പോകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശൈത്താനിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രവർത്തനം, അതിന്റെ പേരാണ് സിഹർ. ആ സിഹർ എന്ന് പറയുന്ന തെറ്റ്, സുബ്ഹാനല്ലാഹ്, 7 വൻകുറ്റങ്ങൾ പറഞ്ഞതിൽ എണ്ണിയ ഒരു തെറ്റാണ് സിഹർ. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനും സിഹർ ചെയ്യൂല, സിഹർ ചെയ്യാൻ പാടില്ല.
എന്തിനധികം പറയണം, സിഹർ ചെയ്യുന്നവനെ കൊന്നുകളയാൻ വരെ പരിശുദ്ധ ഇസ്ലാമിൽ നിയമമുണ്ട്. അതിന്റെ നിയമങ്ങളൊക്കെ പാലിക്കണം കേട്ടോ. നമ്മൾ പോയി കൊല്ലുക എന്നല്ല, അതെല്ലാം അങ്ങനെ തന്നെയല്ലേ. വ്യഭിചാരി എറിഞ്ഞുകൊള്ളണം നമ്മൾ പോയിട്ട് എറിയല. അതുപോലെ കട്ടവന്റെ കൈ മുറിക്കാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പോയിട്ട് മുറിക്കല. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അതേ സമയത്ത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമനുസരിച്ച് മനുഷ്യന്മാരെ കൊന്നുകളയുന്ന സാഹചര്യങ്ങൾ, അവരെ കൊന്നുകളയാൻ നിയമമുണ്ട്. വളരെ വലിയ തെറ്റ്, അല്ലാഹു പൊറുക്കാത്ത തെറ്റ്. എന്ന് മാത്രമല്ല, മറ്റുള്ള തെറ്റ് പോലെയല്ല, വേറെയുള്ള തെറ്റ് പടച്ചവൻ പുറത്തു കൊടുക്കാനുള്ള കാരണങ്ങളുണ്ടല്ലോ. കാരണം പടച്ചവനും അവനും തമ്മിലല്ലേ തെറ്റ്. ശിർക്കല്ലാത്തതൊക്കെ പൊറുക്കൂന്ന് പറഞ്ഞില്ലേ അല്ലാഹു ഉദ്ദേശിച്ചാൽ. അതേ സമയത്ത് സിഹർ അങ്ങനെയല്ല. സിഹർ കൊണ്ട് വേറൊരു മനുഷ്യനെ ശല്യം ചെയ്താൽ അവനത് പൊരുത്തപ്പെടാത്ത കാലത്തോളം ഇവന് രക്ഷപ്പെടാൻ കഴിയില്ല, ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അതങ്ങനെ ഇപ്പം പൊരുത്തപ്പെടുക എനിക്ക് സ്വീകരിക്കുന്നു പറ്റാൻ പറയാൻ പറ്റും. അപ്പോൾ പിന്നെ ചെയ്തവൻ കുടുങ്ങിയത് തന്നെയാണ് ആഖിറത്തിൽ. വളരെ ഗൗരവമുള്ള തെറ്റാണ് സിഹർ. അതേപോലെ സുഹൃത്തുക്കളെ, യതീമിന്റെ സ്വത്തെടുക്കുക, അത് നമ്മൾ എടുത്തുപയോഗിക്കുക, അതും ഈ പറഞ്ഞതുപോലെ വലിയ 7 തെറ്റുകളിൽ ഒന്നാണ്. മറ്റൊന്നാണ് അക്ലുർ റിബാ, വട്ടിക്കാരനാവുക, പലിശക്കാരനാവുക, പലിശ വാങ്ങുക, തിന്നുക, ഉപയോഗിക്കുക. ഹറാമും ഹലാലുമില്ലാത്ത നിരക്ക് ബിസിനസ് നടത്തുന്ന ഒരു കാലമാണ്. എത്രയെത്ര പലിശകളാണ് കയറി വരുന്നത്. ഏത് ബിസിനസ് നടത്തുമ്പോഴും സാധാരണ ബിസിനസ് അല്ലാതിരിക്കുമ്പോ അലിമീങ്ങളോട് ചോദിച്ച് വേണം നടത്താനെന്ന് ഈമാനുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, പഴയ പൊന്ന് പുതിയ പൊന്നിന് പകരം വിൽക്കുമ്പോൾ രണ്ടിന്റെയും തൂക്കം തുല്യമല്ലെങ്കിൽ പലിശയാണെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ പിന്നെ പഴയ പൊന്ന് കൊടുത്ത് പുതിയ പൊന്ന് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? പഴയ പൊന്ന് കൊണ്ടുപോയി ആദ്യം വിൽക്കണം. വിറ്റിട്ടതിന്റെ ക്യാഷ് കയ്യിലേക്ക് വാങ്ങണം. എന്നിട്ട് ആ ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ പൊന്ന് വാങ്ങാം. നേരെ മറിച്ച് പഴയ പൊന്നിന് പകരം പുതിയ പൊന്ന് തൂക്ക വ്യത്യാസത്തോടുകൂടെ വാങ്ങിയാൽ അത് പലിശയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പോൾ ജ്വല്ലറിക്കാർ നടത്തുന്ന പല കച്ചവടങ്ങളുമില്ലേ? ഇന്ന് നിങ്ങൾ ക്യാഷ് തന്നോളൂ, നിങ്ങളൊരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പൊന്നെടുക്കുന്നതെങ്കിലും അന്ന് നിങ്ങൾ ഇതിൽ തന്ന അതേ ക്യാഷിന് ഇന്നൊരു 100 ഗ്രാം പൊന്നാണുള്ളതെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര വില കൂടിയാലും അന്ന് ഞാൻ 100 ഗ്രാം പൊന്ന് തരും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നടത്തുന്ന ചില ജ്വല്ലറിക്കാറില്ലേ, മുഴുവനും പലിശയാണ്. പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല. അത് വലിയ തെറ്റാണ്, സബഉൽ മൂബിഖാത്തിൽ പെട്ട തെറ്റാണ്. അതേപോലെ വൽ ഫിറാറു മിനസ് സഹ്ഫി, അതുപോലെ അതാ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത വേറൊരു ശത്രുരാഷ്ട്രവും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പിന്തിരിഞ്ഞോടുന്നതും സബഉൽ മൂബിഖാത്തിൽ പെട്ട തെറ്റാണ്. യുദ്ധം എന്ന് പറയുന്നത് രാഷ്ട്രവും തമ്മിൽ നടക്കുന്നതിന്റെ പേരാണ് യുദ്ധം. മറ്റാരെങ്കിലും പോയിട്ട് ആക്രമിക്കുന്നതിന്റെ പേര് തീവ്രവാദമാണ്. യുദ്ധമല്ല, ഇസ്ലാമിൽ തീവ്രവാദം. ഓ സഹോദരന്മാരെ, ആകയാൽ ഞാൻ പറഞ്ഞു വന്നതും ഇത്തരം തെറ്റുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരരുത്. അല്ലാഹു നിർബന്ധിച്ച 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അത് ഖളാക്കരുത്. യജമാനനായ റബ്ബ് തന്നതെല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ അവന്റെ മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞ സമയത്ത് ഹാജരാകാതെ, നമ്മൾ അതാ നിസ്കരിക്കാതെ അവന് സുജൂദ് ചെയ്യാതെ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഇത്രയും നന്ദി കെട്ടവര് വേറെയുണ്ടോ? നിങ്ങൾ നായകളെ കാണാറില്ലേ? ആ നായക്ക് ഭക്ഷണം കൊടുക്കുന്ന മുതലാളി നായയെ കയ്യിന്റെ വിരലുകൊണ്ട് ഒന്ന് ചൊട്ടി വിളിച്ചാ നായ ഓടി വരും. അതിന്റെ കുറച്ചു മുമ്പാണ് ആ നായയെ ആ മുതലാളി അടിച്ചത്, എന്നാലും ഓടി വരും. അത്രയും നന്ദിയുള്ള ജീവിയാണ് നായ.
ആ നന്ദി പോലും ഇല്ലാത്തവനാണ് നിസ്കരിക്കാത്തവൻ. അല്ലാഹു എന്തും കൊടുത്തിട്ട് കൃത്യമായി നിസ്കാരം നിർവഹിക്കാത്തവൻ നായേക്കാൾ അതപ്പതിച്ചുപോയി. കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, കഴിവുള്ളവൻ സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. ഹജ്ജിന് പോകുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് വരുന്ന 14-ാം തീയതി കർണാടകയിലുള്ള ഹാജിമാർക്കുള്ള ഹജ്ജ് ക്ലാസ് വെച്ച് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു നിർബന്ധമാക്കിയതൊക്കെ നമ്മൾ കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, അയൽവാസിയെ ശല്യം ചെയ്യരുത്, കഴിയുന്ന ഉപകാരം ചെയ്യണം, കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കരുത്, കഴിയുന്ന പോലെ ഉപകാരം ചെയ്യണം. അങ്ങനെ കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, അതുപോലെ സയ്യിദന്മാരെ ബഹുമാനിക്കണം. അതേ നമ്മളുടെ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകളോട് ആദരവും ബഹുമാനവും കാണിക്കണം. സുബ്ഹാനല്ലാഹ്, അനുജൻ ജ്യേഷ്ഠനെ ബഹുമാനിക്കണം, ബാപ്പയുടെ അതേ പെങ്ങളെയും അനുജനെയും ജ്യേഷ്ഠനെയും ഒക്കെ ബഹുമാനിക്കണം. അതേ അമ്മാമനെ ബഹുമാനിക്കണം. അതേ അങ്ങനെ തുടങ്ങിയിട്ട് കാക്കയെ ബഹുമാനിക്കണം. കാക്ക എന്നുള്ള ഇവിടുത്തെ ഭാഷയെ പറഞ്ഞതാണ്. ഞങ്ങളാണ്ട് കാക്ക തന്നെ പാർക്കുന്ന ജീവിയാണ്, അതിനെ ബഹുമാനിക്കണമെന്നല്ല പറഞ്ഞില്ല. അങ്ങനെ ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. അങ്ങനെ ആദരിക്കേണ്ടവരെല്ലാം ആദരിക്കണം. പള്ളിയെ ബഹുമാനിക്കണം. പള്ളി കയറിയിട്ട് വർത്തമാനം പറയാൻ പാടില്ല. പള്ളിയിലെ ദിക്ർ, സലാത്ത്, ഖുർആൻ ഓതൽ, നിസ്കാരം, സലാത്ത്, ഇൽമു പറയല്, ഇൽമു കേൾക്കല്, അതുപോലെ നബി തങ്ങളുടെ മദ്ഹ് പാടല്, പറയല്, സലാത്ത് ചൊല്ലല്, അങ്ങനെയുള്ള കാര്യത്തിനല്ലാതെ പള്ളി ഉപയോഗിക്കാൻ പാടില്ല. മദ്രസകളിൽ ഇൽമു പഠിക്കണം, പഠിപ്പിക്കണം. അതിന് കുട്ടികളെ കൃത്യമായി ഉമ്മമാര് എത്തിച്ചു കൊടുക്കണം. കൃത്യമായി ഉമ്മമാര് കുട്ടികളെ എത്തിച്ചു കൊടുക്കാതെ എങ്ങനെയാണ് ഉസ്താദുമാര് പഠിപ്പിക്കുക? കുട്ടികൾ വരുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ഉസ്താദുമാര് മദ്രസയിൽ എത്തണം, അല്ലെ കുട്ടികൾ വന്ന് കളിക്കും. അപ്പൊ ഉസ്താദുമാര് അതിനേക്കാൾ ഉത്തരവാദിത്വ ബോധമുള്ളവരാകണം. അവര് നേരത്തെ തന്നെ മദ്രസയിൽ എത്തണം. എല്ലാ ഉസ്താദുമാരും കൃത്യമായിട്ട് എത്തിയോ നോക്കേണ്ട ആളാണ് സദർ ഉസ്താദ്. 5 മിനിറ്റ് മുമ്പേ വരണം. അതേപോലെ കമ്മിറ്റിക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കമ്മിറ്റിക്കാരനാണെന്ന് പറയാനുള്ള ആളല്ല. മറിച്ച് പള്ളിയിൽ വെള്ളമില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിയാണ് പ്രസിഡന്റ്. പള്ളിയിൽ കറണ്ട് ഇല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിയാണ് സെക്രട്ടറി. അതുപോലെ മദ്രസയും പള്ളിയും കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കി അത് വേണ്ടത് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ. അവരോട് നമ്മളെ മനസ്സിൽ ഒരു ബഹുമാനം വേണം. നമ്മുടെ നാട്ടിലെ പള്ളി അത് അവരധ്വാനിച്ചിട്ടാണ് നടത്തിക്കൊണ്ടുപോകുന്നത്, അവരധ്വാനിച്ചിട്ടാണ് മദ്രസ നടക്കുന്നത്. നമ്മളിങ്ങനെ നമ്മളെ പണി എടുത്തു പോവുകയാണ്. അപ്പൊ അവരോട് നമുക്കൊരു ബഹുമാനവും സ്നേഹവും വേണം. അവരോട് വെറുപ്പല്ല ഉണ്ടാകേണ്ട. അവരോട് നമ്മൾ സഹകരിക്കണം. അവർക്ക് സ്വന്തത്തിൽ കീശയിൽ കഴിച്ചു കൊടുത്തിട്ടൊക്കെ നടത്താൻ കഴിയും. അപ്പൊ നമ്മളെല്ലാം സഹകരിച്ചു. അങ്ങനെ നമ്മളൊക്കെ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചു കൊടുക്കണം, സഹകരിച്ചു കൊടുക്കണം. ദീനീ സ്ഥാപനങ്ങളോട് ബഹുമാനം വേണം. ദീനീ പ്രവർത്തനം നടത്തുന്ന സംഘടനകളോട് ആദരവും സ്നേഹവും വേണം. നമ്മുടെ ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നടക്കാൻ പോവുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ സെന്റിനറിയുടെ പ്രവർത്തനങ്ങളുമായി കർണാടകയിലുള്ള മുഴുവൻ ആളുകളും സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് അത് വളരെ ഗംഭീരമായി നടക്കാൻ പോവുകയാണ്. ഓ സുഹൃത്തുക്കളെ, അതിന്റെ കീഴ്ഘടകങ്ങൾ